മുത്തശ്ശിയുടെ അടുക്കളയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എളുപ്പത്തിൽ ബ്രെഡ് കൊണ്ട് നമുക്ക് ബർഫി എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായിട്ട് ഞാനിവിടെ 4 ബ്രെഡിൻ്റെ സ്ലൈസസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ബ്രെഡ് വേണമെങ്കിലും എടുക്കാം. നമുക്ക് ഈ ബ്രെഡിൻ്റെ കഷ്ണങ്ങൾ മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഫ്രിഡ്ജിൽ വെച്ച ബ്രെഡാണെങ്കിൽ നിങ്ങളതൊന്ന് ചൂടാക്കിയിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ അടപ്പത്ത് വയ്ക്കാം. ഈ പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ബ്രെഡ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റണം. ഒരു 2 മിനിറ്റ് കൈയെടുക്കാതെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഒരു ചെറിയ ബ്രൗൺ കളർ ആയാൽ മതി. ഇനി നമുക്ക് തീ ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഏലക്കായയുടെ പൊടി നമുക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റാം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് അല്ലെങ്കിൽ തേങ്ങാപ്പീര ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി യോജിപ്പിക്കണം. ഇനി ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുത്ത് വഴറ്റാം. എല്ലാം നന്നായി യോജിച്ച് വരുന്നത് വരെ നമുക്ക് 1 മിനിറ്റ് ഒന്ന് ശരിക്ക് വഴറ്റി കൊടുക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പശുവിൻ പാൽ നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റി യോജിപ്പിക്കാം. നന്നായിട്ട് 2 മിനിറ്റ് ഇളക്കി കൊടുത്ത് ഈ പാലൊന്ന് വറ്റിച്ച് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ എല്ലാം നന്നായി യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഒരു പാത്രത്തിൽ നെയ്യ് തടവിയിട്ട് നമ്മൾ തയ്യാറാക്കി വെച്ച ബർഫി ഇതിലേക്ക് മാറ്റാം. ഇനി നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇതൊന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് നുറുക്കിയ കശുവണ്ടിയും ബദാമും ചേർത്തൊന്ന് ഗാർണിഷ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് ഇതിൻ്റെ മുകളിൽ ചേർത്ത് ഗാർണിഷ് ചെയ്യാവുന്നതാണ്. തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് മുറിച്ചെടുത്ത് ഉപയോഗിക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ബർഫി റെഡിയായി. ഇത് കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം. ഇത് വളരെ സോഫ്റ്റാണ്, നല്ല ടേസ്റ്റിയുമാണ്. നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ.